എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇന്നലെ എടുത്ത വീഡിയോ കേട്ടോ. ഞങ്ങളുടെ വാലൻറ്റൈൻസ് ഡേ ഇന്നലെ ആയിരുന്നു. അപ്പോൾ വാലൻറ്റൈൻസ് ഡേയുടെ അന്ന് ഒപ്പം എന്നെ ഒരിടത്ത് കൊണ്ടുപോയിട്ടില്ലായിരുന്നു. അപ്പോൾ ലേറ്റായിട്ടാട്ടോ ഓഫീസിൽ നിന്ന് വന്നത്. അങ്ങനെ ഞാൻ പിണങ്ങിയിരുന്നു വീട്ടിൽ. വാലൻറ്റൈൻസ് ഡേ ആയിട്ട് എനിക്കെന്താ ഗിഫ്റ്റൊന്നും തരാത്തേ, ചോക്ലേറ്റ് ഒന്നും തരാത്തേന്ന്. അപ്പോഴാണ് എനിക്ക് ആ നഗ്നമായ കാര്യം ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്നത്. കൊറിയയിൽ എന്ന് പറഞ്ഞാൽ വാലൻറ്റൈൻസ് ഡേക്ക് പെൺകുട്ടികളാണ് അവർക്കിഷ്ടപ്പെട്ട ആൺകുട്ടികൾക്ക് ചോക്ലേറ്റൊക്കെ കൊടുക്കുന്നത്, അല്ലാതെ ആൺകുട്ടികളല്ല. അങ്ങനെ ഒപ്പം പറഞ്ഞ് എൻ്റെ അടുത്ത് എൻ്റെ ചോക്ലേറ്റ് എവിടെ ഇന്ന് വാലൻറ്റൈൻസ് ഡേ അല്ലായിരുന്നു, ചോക്ലേറ്റ് എന്താ തരാത്തേന്ന്. അങ്ങനെ ഞാൻ പെട്ടുപോയി. അങ്ങനെ പിറ്റേ ദിവസം ഒപ്പം പറഞ്ഞാൽ പിന്നെ ഞാൻ ഓഫ് എടുക്കാം, നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് പോകാമെന്ന്. അങ്ങനെ ഒപ്പാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് കൊണ്ടുപോകാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഒപ്പായെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ ഇത് കോമിക് കോഫി ഷോപ്പാണ്. അപ്പോൾ ഒപ്പാക്ക് കോമിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ഇങ്ങനെ വായിക്കുന്ന കാണാം, ഇങ്ങനെ ഹാൻഡ് അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒപ്പാക്ക് മാത്രമല്ല, മിക്കുള്ള കൊറിയക്കാർക്കും കോമിക് വായിക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മളിന്ന് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ കോമിക് കോഫി ഷോപ്പിലാണ് വന്നേക്കുന്നത്. അപ്പോൾ കൊറിയയിൽ എന്ന് പറഞ്ഞാൽ കോഫി ഷോപ്പ് കൾച്ചറിൻ്റെ ഇവരുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ് ഈ കോഫി ഷോപ്പ്. അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള കോഫി ഷോപ്പുകളുണ്ട്, പല തീമിലുള്ളതുണ്ട്. അപ്പോൾ ആ ഒരു തീമിലുള്ള ഒരു കോഫി ഷോപ്പാണ് ഇത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നിങ്ങളുടെ ക്യാരക്ടറിനനുസരിച്ച് നിങ്ങൾക്ക് ഇരിക്കാനുള്ള സ്ഥലം ഇവിടെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഇഷ്ടമാണ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കാം, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ വീട് പോലെയുള്ള സെറ്റപ്പ് പോലെയൊക്കെ ഇവർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് നടന്ന് കാണാം. ഇതിനുള്ളിൽ ഞാൻ ഓൾറെഡി മുമ്പ് ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒപ്പാടെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് ആയതുകൊണ്ട് കേട്ടോ ഞങ്ങളിന്ന് വാലൻറ്റൈൻസ് ഡേ ആയിട്ട് സെലിബ്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ തന്നെ വന്നേക്കുന്നതും. ഇവിടെ ബീൻ സോപ്പ് പോലുള്ളതൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പല തരത്തിലുള്ള കോമിക് ബുക്കുകളുണ്ട്. പ്രത്യേകിച്ചും ജാപ്പനീസ് ആയിട്ടുള്ള കോമിക് ബുക്കുകളാണ് ഇവിടെ ഏറ്റവും കൂടുതലായിട്ടുള്ളതും. ഒപ്പ ദാ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒപ്പ എന്താ പറയുക, ചക്കപ്പഴത്തിൽ ഈച്ച മുച്ചിയതുപോലെയാണ് എന്ന് പറയാം. ആ ഈച്ച ചെറിയൊരു ഈച്ചയാണ് ഒപ്പ. ഇവിടെ മൊത്തത്തിൽ പാറി നടന്ന് ഏത് ബുക്കാണ് വായിക്കേണ്ടതെന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചാണ് ഒപ്പ ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒപ്പ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അലഞ്ഞ് തിരിഞ്ഞ് നടന്ന് വായിക്കാനുള്ള ബുക്കുകൾ നോക്കുവാണ്. ആ മുകളിൽ കാണുന്ന റൂം പോലത്തെ ഉണ്ടല്ലോ, അതെല്ലാം നമുക്ക് പോയിരുന്ന് വായിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. പല രീതിയിൽ ഇവർ ഇവിടെ ചെയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നോക്കിയാൽ നിങ്ങൾ ഒറ്റയ്ക്ക് ആരും ശല്യപ്പെടുത്തുന്ന ഇഷ്ടമില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ചെറിയൊരു മുറിയുണ്ട്. ആ മുറിയിൽ കയറിയിരുന്ന് നിങ്ങൾ വായിക്കാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള ബുക്കെല്ലാം എടുത്തോണ്ട്. അപ്പോൾ ഇവിടെ 1 മണിക്കൂറിനത്തേക്ക് ഒരാൾക്ക് 3500 കൊറിയൻ വണ്ണാട്ടോ വരുന്നത്. അപ്പോൾ അതായത് നോക്കി പുറത്തുള്ള വ്യൂ കണ്ടിട്ട് വേണമെങ്കിൽ നമുക്ക് വായിക്കാം. അപ്പോൾ ഒപ്പം അവിടെ എല്ലാം അലഞ്ഞ് തിരിഞ്ഞ് നടന്ന് ഇവിടെ ഇരുന്ന് വായിക്കുക എന്ന് പറഞ്ഞ് നോക്കി നടക്കുമായിരുന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒപ്പം ഇവിടെ ഒരു ചെയർ കണ്ടുപിടിച്ച് അങ്ങനെ ഒപ്പം അവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ വേറെ ടൈപ്പിലുള്ള ചെയറും കാണിച്ചു തരാം. ഇത് നോക്കി, ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഇരുന്ന് നിങ്ങൾക്ക് വായിച്ചിട്ട് ആ ബുക്കിന് നേരെ ഷെൽഫിലോട്ട് വെച്ചിട്ട് വീണ്ടും അടുത്ത് വായിക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സീറ്റുണ്ട്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാലും ഇതിനകത്തോട്ട് കയറിയപ്പോൾ കാണാം പഴയ ബുക്കിൻ്റെ ഭയങ്കര മണമായിരുന്നു. എനിക്കാണെന്നുണ്ടെങ്കിൽ ആ ബുക്കിൻ്റെ മണം അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും ഓർമ്മയില്ല സാറേ. അപ്പോൾ എനിക്കാണെങ്കിൽ പെട്ടെന്ന് ഉറക്കം വരുമെന്ന് ബുക്കിൻ്റെ മണം അടിച്ചു കഴിഞ്ഞാലും. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ഒപ്പം ഭയങ്കര രീതിയിൽ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവിടെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്നപ്പോൾ കാണാം ബുക്കിൻ്റെ മണം അടിച്ചിട്ടാണെങ്കിൽ എനിക്കങ്ങ് ഉറങ്ങിക്കൊള്ളാൻ വയ്യായിരുന്നു. അങ്ങനെ ഇവിടെ നോക്കിയപ്പോൾ കാണാം ഇവിടെയും നമുക്ക് സ്പേസ് ഉണ്ടായിരുന്നു, മുകളിലോട്ട് നമുക്ക് കയറിയിരിക്കുക. അതേപോലെ തന്നെ ഇവിടെ ഇവർ ചെറിയ ലാപ്ടോപ്പ് പോലത്തെ സംഭവമൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ ആരും ഇങ്ങനെ പബ്ലിക്കായിട്ടുള്ള ഈ സാധനങ്ങളൊന്നും ആരും എടുത്തുകൊണ്ട് പോകാറില്ല. അതുകൊണ്ട് തന്നെ ഇവർ ഈ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിന് മുകളിലോട്ടൊക്കെ നമുക്ക് കയറിപ്പോയി കിടന്നും ഇരുന്നും നിന്നും ഒക്കെ നമുക്ക് വായിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണിത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് കണ്ണിപ്പെട്ടെന്ന് പറഞ്ഞാൽ ഈ ബീൻ സോഫയാണ്. അപ്പോൾ ഞാൻ ഒപ്പടുത്ത് പറഞ്ഞു എന്നാൽ പിന്നെ ഞാനിവിടെ കിടന്ന് കുറച്ച് ഉറങ്ങാം, ഒപ്പ ഫുള്ളത് വായിച്ച് കഴിയുന്നത് വരെ ഞാൻ റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. നല്ല രസമായിരുന്നു ഇവിടെ കിടന്ന് ഉറങ്ങാൻ. സത്യം പറയാമല്ലോ, ബുക്ക് വായിക്കുന്നത് ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ രാത്രി ഉറക്കം വരാത്തവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ലതുപോലെ ഉറങ്ങും. അത്രയ്ക്ക് എന്താ പറയുക, ഒരു പീസ്ഫുള്ളായിട്ടുള്ളൊരു ഏരിയയാണ്. അതുപോലെ തന്നെ ഈ ബുക്കിൻ്റെ മണം എല്ലാം കൂടെയൊക്കെ അടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പറയണ്ടല്ലോ. അങ്ങനെ ഞാൻ കുറച്ച് നേരം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എണീറ്റതിന് ശേഷം ബോറടിച്ചപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും വായിക്കാമെന്ന്. അപ്പോൾ നോക്കിയപ്പോൾ കാണാം നമ്മൾ നെറ്റ്ഫ്ലിക്സിൽ
ഓൾ ഓഫ് അസ് ആർ ഡെഡ് എന്ന് പറയുന്ന ഒരു സോംബിയുടെ ഒരു ഡ്രാമ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ബുക്ക് ഇവിടെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ലാസ്റ്റത്തെ 5ാമത്തെ എഡിഷൻ ആണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ അത് വായിച്ച് കളയാം. അങ്ങനെ ഞാനത് എടുത്തുകൊണ്ട് പോയിട്ട് ഞാൻ സോഫയിൽ ഇരുന്ന് വായിച്ചപ്പോഴത്തേക്ക് പിന്നെ ഒപ്പായി എൻ്റെ അടുത്ത് വന്നിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ രണ്ടുപേരുടെ അത് തന്നെ കുറേ നേരം ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ കാണാൻ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പം ഇവിടെ ചെറിയ ചെറിയ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇഷ്ടമായതുകൊണ്ട് തന്നെ പാരൻസ് വീക്കെൻഡിലൊക്കെ കുട്ടികളെ ഇവിടെ ഇങ്ങനെ വന്ന് അവർക്കിങ്ങനെ ഇതൊക്കെ വായിക്കാനുള്ള ഇതൊക്കെ ഒരുക്കി കൊടുക്കാറുണ്ട്. വീക്കെൻഡിൽ ഷോപ്പിങ്ങിന് വരുന്ന സമയത്ത് കുട്ടികളെ ഇവിടെ കൊണ്ടാക്കിയിട്ടായിരിക്കും ചിലർ ഷോപ്പിങ്ങിനൊക്കെ പോണത്. എന്തായാലും ഞങ്ങൾ വീക്ക് ഡേയിൽ വന്നുകൊണ്ടാണ് ഇവിടെ ഒരുപാട് ആൾക്കാരില്ലായിരുന്നു. പക്ഷേ വീക്കെൻഡിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാരാണ്. നമുക്കിവിടെ ഇരിക്കാൻ ചെയറോ അങ്ങനെയുള്ളതൊന്നും കാണത്തില്ല. ഫുള്ള് ആൾക്കാർ യൂസ് ചെയ്യുമായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾ ഡേറ്റിങ്ങിന് പോകുന്ന കപ്പിളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചില കപ്പിൾസ് ഇവിടെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഡേറ്റിങ്ങിനൊക്കെ വരുന്നത്. നമ്മുടെ നാട്ടിൽ ഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും പോകുന്നത്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവർ ഡേറ്റിങ്ങിന് വരുന്ന ഇങ്ങനെയുള്ള കോഫി ഷോപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെയാണ് വരുന്നത്. അങ്ങനെ ഇവിടെ വന്ന് ഒപ്പ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്ത്, അവിടെ നിന്ന് വേറെ സ്ഥലത്ത് മാറി 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 ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്കാണെന്നുണ്ടെങ്കിൽ ഉറക്കവും വരുന്നു, അതേപോലെ തന്നെ ബോറടിക്കുകയും ചെയ്യുന്നു. ഇത് മാത്രമല്ല, വിശപ്പിൻ്റെ അസുഖമുള്ള ഒരാളാണ് ഞാൻ. വയറ്റിൽ നിന്ന് വിശപ്പിൻ്റെ നിലവിളികൾ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഞാൻ ഒപ്പാടുത്ത് പറഞ്ഞു വിശക്കുന്നത് ഇനി സഹിക്കാൻ പറ്റത്തില്ല എന്ന്. അങ്ങനെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബൊഫെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ഇവിടെ പലതരത്തിലുള്ള ഫുഡ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഇവിടെ ഉള്ള ഫുഡ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള കൊറിയൻ ഫുഡ് എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, കഴിക്കും, എന്നാലും ഭയങ്കരമായിട്ട് ഉള്ള ഫുഡല്ല. നമ്മളെപ്പോഴും കഴിക്കുന്നതല്ലേ കൊറിയൻ ഫുഡ്. അപ്പം ഞാൻ വിചാരിച്ചു നേരെ പോയി എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സുഷി കഴിക്കാമെന്ന്. ഇതെന്ന് പറഞ്ഞാൽ റോ ഫിഷ് വെച്ചിട്ടുള്ള സുഷി അല്ല കേട്ടോ, നമ്മുടെ ക്യാനഡ് ടൂന, അതേപോലെ തന്നെ അവക്കാഡോ മയനൈസൊക്കെ വെച്ചിട്ടുള്ള ഒരു സൈസ് സുഷിയാണ്. അടിപൊളി ടേസ്റ്റായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ വിൻ്റർ ടൈം ആയതുകൊണ്ട് സ്ട്രോബെറിയുടെ സീസൺ അല്ലേ, അതുകൊണ്ട് സ്ട്രോബെറി ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നു. കേക്കും അതേപോലെ തന്നെ ഫ്രഷ് സ്ട്രോബെറിയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എടുത്തുകൊണ്ട് വന്നു ഫുഡ്. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ഫുഡ് കഴിക്കും. ഡയറ്റിംഗ് ഒന്നും നോക്കാറില്ല. ഞാൻ കൊടുക്കുന്ന പൈസയ്ക്ക് അനുസരിച്ച് ഞാൻ നല്ലതുപോലെ മുതലാക്കാറുണ്ട്. അതുകൊണ്ട് ഒപ്പം എപ്പോഴും പറയും ബൊഫെ കഴിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക് എന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പൈസ ലാഭിക്കാമെന്ന്. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട സുഷി ഞാൻ കഴിച്ചു. അടിപൊളി ടേസ്റ്റായിരുന്നു. അങ്ങനെ ഒപ്പായും എന്തൊക്കെ കുറേ കഴിച്ചിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ നമ്മൾ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി വീട്ടിൽ നിന്ന് പ്ലാൻ ചെയ്തിട്ടായിരുന്നു വന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ജസ്റ്റ് കുറച്ച് ഫ്രൂട്ട്സ് മാത്രം കഴിച്ചിട്ടാണ് വന്നത്. ഇനി ഇവിടെ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം കൂടെ ചേർത്താണ് അങ്ങ് കഴിച്ചത്. പിന്നെ വാലൻറ്റൈൻസ് ഡേ ആയിട്ട് നമ്മൾ കേക്ക് വാങ്ങുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ല. വേറെ ഒന്നും കൊണ്ടല്ല, ഒപ്പം എൻ്റെ അടുത്ത് എപ്പോഴും പറയും മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് ഈ വാലൻറ്റൈൻസ് ഡേയിലുള്ള കാര്യങ്ങളെല്ലാം. നമ്മളൊരാളെ സ്നേഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം മാത്രമാണോ സ്നേഹം കാണിക്കേണ്ടത്, എല്ലാ ദിവസവും സ്നേഹം കാണിക്കേണ്ടേ? അപ്പം എല്ലാ ദിവസവും ഞാൻ സ്നേഹം കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വാലൻറ്റൈൻസ് ഡേയുടെ ആവശ്യമൊന്നും ഇല്ലാന്നും. അങ്ങനെ ഒപ്പം നോക്കി സ്ട്രോബെറി അരയ്ക്കുന്ന മെഷീൻ പോലെയാണ് എനിക്ക് തോന്നിയത്. ആ രീതിക്കാണ് സ്ട്രോബെറി കടിച്ച് തിന്നുകൊണ്ടിരുന്നത്. പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ബാത്റൂമിലൊന്ന് പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഒപ്പായ കാണാനില്ല. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഒപ്പായ എവിടെയെങ്കിലും മോളിൽ പോയി കഴിഞ്ഞിട്ട് ഒപ്പായ കാണാനില്ല എന്നുണ്ടെങ്കിൽ ഈ സെക്ഷനിൽ വന്നാൽ കണ്ടു കിട്ടും. വേറൊരു സെക്ഷനല്ല, ലെഗോയുടെ സെക്ഷനാണ്. അവിടെ വന്നു കഴിഞ്ഞാൽ ഒപ്പ അവിടെ ഉണ്ടാകും. അങ്ങനെ ഞാൻ ഒപ്പായുടെ അതിനുശേഷം നമ്മൾ നേരെ സ്റ്റാർബക്സിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ സ്റ്റാർബക്സിൽ വാലൻറ്റൈൻസ് ഡേ ആയത് കാരണം തന്നെ ഇവരൊരു സ്പെഷ്യൽ ഇവൻറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം 47 പേർക്ക് ഫ്രീ ആയിട്ട് അവരുടെ ഒരു വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യൽ എഡിഷൻ കപ്പിലാണ് അവരുടെ ഡ്രിങ്ക്സ് കൊടുക്കുന്നത്. അപ്പോൾ അത് എനിക്കറിയത്തില്ലായിരുന്നു. നമ്മളിവിടെ വന്ന് ക്യൂവിൽ നിന്നപ്പോഴത്തേക്കാണ് ഞാൻ അതിനെക്കുറിച്ച് അറിഞ്ഞത്. ഭാഗ്യത്തിന് ഞങ്ങളുടെ അടുത്തെത്തിയപ്പോഴത്തേക്ക് ഓൾറെഡി കപ്പ് ഏകദേശം തീർന്നിട്ടുണ്ടായിരുന്നു. 3-4 കപ്പ് മാത്രമേ ബാലൻസ് ഉള്ളുമായിരുന്നു. അങ്ങനെ നമ്മൾ ലക്കിയായിരുന്നു. നമുക്ക് നല്ല ലക്കുണ്ട് ഉള്ളത് കൊണ്ട് തന്നെ ആ കപ്പിലാണ് നമുക്ക് കിട്ടിയത്. പിന്നീട് വീട്ടിൽ വന്നതിന് ശേഷം ഞാനിങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്കാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. അതായത് ഈ കപ്പിൽ ഒരു എന്താ പറയുക, നമുക്ക് എല്ലാ മെനുവും വാങ്ങാൻ പറ്റത്തില്ല. അവർ
ഈ കപ്പിൽ വാങ്ങാൻ പറ്റുന്ന മെനു 2-3 മെനു മാത്രമേ ഉള്ളായിരുന്നു. അതും സൈസ് നമുക്ക് ആവശ്യമുള്ള സൈസിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. അവർ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്ന ആ സൈസിൽ മാത്രമേ വാങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കപ്പ് ഉണ്ടാക്കുന്ന കാശ് ഓൾറെഡി അവർ ആ നമ്മൾ വാങ്ങുന്ന ഡ്രിങ്ക്സിൽ കൂടെ തന്നെ അവർക്ക് കിട്ടിക്കാണും. എന്തായാലും ഫ്രീ ആയിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടുമ്പോഴത്തേക്ക് മനസ്സിനൊരു വലിയൊരു സന്തോഷമാണ്. അങ്ങനെ എന്താ ഞങ്ങൾ നേരെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. ഇത് നോക്കി, ഇതാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയ ഫ്രീ ആയിട്ടുള്ള കപ്പാണ് കിട്ടിയത്. കാരണം എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ഒരു കുഞ്ഞു ഡേ ആയിരുന്നു ഇന്ന്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ.